പ്രഭാതഭേരി. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. ഭൂമിയുടെ ആരോഗ്യവും മനുഷ്യജീവന്റെ നിലനിൽപ്പും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. ഭൂവിനിയോഗത്തിലെ പിഴവുകളും തണ്ണീർത്തട നാശവും ജലസ്രോതസ്സുകളുടെ ശോഷണവും കുന്നിൻ പ്രദേശങ്ങളിലെ അമിത നിർമ്മാണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിന്റെയും വരൾച്ചയുടെയും ഭീഷണിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് കേരളം മരുഭൂമിയാകാനുള്ള സാധ്യതയില്ലെന്ന് കരുതുന്നവർ പോലും സമ്മതിക്കും. ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ആസൂത്രണമില്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകും എന്ന മുന്നറിയിപ്പും കൂടിയാണ് ഈ ദിനം നൽകുന്നത്. ഭൂമിയെ ശാസ്ത്രീയവും ദീർഘവീക്ഷണത്തോടും കൂടി ഉപയോഗിക്കാതെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ താറുമാറാക്കുന്ന രീതി വലിയ ഭീഷണിയാണ് ഇന്ന് ജനജീവിതത്തിന് ഉയർത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ എസ് ശ്രീകുമാർ. പ്രത്യേകിച്ച് കേരളം പോലുള്ള വളരെ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് വലിയ ആഘാതം ഈ അശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികൾ ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, വരൾച്ച, തീരദേശ മേഖലകളിലും ഉണ്ടാകുന്ന ചക്രവാത ചുഴി പോലുള്ള അത്തരം ദുരന്തങ്ങൾ, കാറ്റ്, മിന്നൽ ചുഴി പോലുള്ള പ്രത്യേക തരത്തിലുള്ള ദുരന്തങ്ങൾ ഒക്കെ കേരളത്തിൽ ആവർത്തിച്ച് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാക്കിയത്. നമ്മുടെ സവിശേഷമായ ചില ആവാസ വ്യവസ്ഥകളുണ്ട്. തണ്ണീർത്തടങ്ങളുണ്ട്, നമ്മുടെ പുഴകളുണ്ട്, ചെങ്കൽ കുന്നുകളുണ്ട്, വനമേഖലകളുണ്ട്, പശ്ചിമഘട്ട മലയോരങ്ങൾ തന്നെ. ഇതൊക്കെ പ്രത്യേകം ആവാസ വ്യവസ്ഥകളാണ്. അപ്പൊ ഇത്തരം ആവാസ വ്യവസ്ഥകളുടെ മനുഷ്യനേൽപ്പിക്കുന്ന പോറലുകൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ അതിനെ കൂടുതൽ ആവർത്തിക്കാനും അതിനെ കൂടുതൽ രൂക്ഷമാക്കാനും സഹായിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ വികസനത്തിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസവും കാരണം ഭൂവിനിയോഗ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പരിവർത്തനത്തിന്റെ ഭൂരിഭാഗവും പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സവിശേഷതകൾ വേണ്ടത്ര പരിഗണിക്കാതെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഭൂവിനിയോഗം വാസ്തവത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഭക്ഷ്യവിളകളിൽ നിന്ന് വാണിജ്യ വിളകളിലേക്കുള്ള മാറ്റമാണ് ആദ്യം സംഭവിച്ചത്. MG യൂണിവേഴ്സിറ്റിയിലെ KN രാജ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S മുരളീധരൻ. 60കളിലും 70കളുടെ ആദ്യവും ഭൂപരിഷ്കരണം ഉണ്ടാവുകയും ഈ വാണിജ്യ വിളകൾക്കായി മാറിയ സ്ഥലങ്ങൾ ഭൂപരിധിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പൊ പിന്നീട് ഭൂവിനിയോഗത്തിന് ലഭ്യമായ ഭൂമി എന്ന് പറയുന്നത് ആളുകൾ താമസിക്കുന്നതോ അതല്ലേ ഭക്ഷ്യവിളകൾക്കായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളുമാണ്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് 70കളിൽ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ സംഭവിക്കുക. ഈ മൈഗ്രേഷൻ സംഭവിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു വിഭാഗം ആളുകളുടെ ധനസ്ഥിതി മെച്ചപ്പെടുകയും ധനസ്ഥിതി മെച്ചപ്പെട്ട അതേ കാലഘട്ടത്തിൽ തന്നെയാണ് 60കളിലും 70കളിലും വ്യവസായ ട്രേഡ് രംഗത്ത് സംഘടിതമായ തൊഴിൽ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും ചെയ്തപ്പോൾ വ്യവസായത്തിൽ മുടക്കുന്നതിനേക്കാൾ ഈ ഗൾഫിൽ നിന്നും പണം ഉണ്ടായവർക്ക് റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവര് കണ്ടുപിടിച്ച എളുപ്പ മാർഗമാണ് റിയൽ എസ്റ്റേറ്റ്. നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും കുറവ് ഭൂവിനിയോഗ പ്രശ്നത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്. പരമ്പരാഗതമായി പ്രകൃതിദത്ത ജലസംഭരണികളും ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളും വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനമായും പ്രവർത്തിച്ചു വരുന്ന ഇവയുടെ കുറവ് കാർഷിക ഉൽപാദനം കുറയ്ക്കുക മാത്രമല്ല, അതിശക്തമായ മഴയും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിന്റെ കാർഷിക ഭൂവിനിയോഗത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മുൻ മേധാവി ഡോക്ടർ P. ഇന്ദിരാദേവി. കാർഷിക രംഗത്ത് നിന്നും കാർഷികേതര രംഗത്തേക്ക്, പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, വാണിജ്യാവശ്യത്തിനാവട്ടെ ഗാർഹിക ആവശ്യങ്ങൾക്കാവട്ടെ വൻതോതിൽ ഭൂമി തരം മാറി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, തരിശുഭൂമിയും ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രകടമായിട്ടും അതേസമയം
വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് കേരളത്തിലെ നെൽവയലുകളുടെ കാര്യം. ഏകദേശം 8 ലക്ഷം ഹെക്ടറിലധികം ഉണ്ടായിരുന്ന നെൽവയലുകൾ ഇപ്പോ 2 ലക്ഷം ഹെക്ടറിന് താഴെ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഒട്ടുമിക്ക കായലുകളുടെയും വിസ്തൃതി ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത്ര തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും വളരെയേറെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ മലനാട്ടിലെ പുൽമേടുകളുടെ ശോഷണം. സംസ്ഥാന സർക്കാരിന്റെ ഈ കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പുൽമേടുകൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചതായി കാണാം. കാർഷിക രംഗത്തേക്ക് വരികയാണെങ്കിൽ കാർഷിക രംഗത്ത് ഏറ്റവും പ്രകടമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള മാറ്റം. ഇപ്പോൾ ശാസ്ത്രീയമായൊരു ഭൂവിനിയോഗ നയം വളരെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കുള്ളപ്പോഴും അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം പലപ്പോഴും നമുക്ക് കാണാനാവുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമങ്ങളെ ഭൂവിനിയോഗ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. 1960 മുതൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയ കേരള ഭൂപരിഷ്കരണ നിയമം കൃഷിക്കാർക്ക് ഉടമസ്ഥാവകാശം നൽകുകയും ഭൂവുടമ അവകാശത്തിന് പരിധി ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കാർഷിക ഘടനയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. പരിഷ്കാരങ്ങൾ ഭൂമി പുനർവിതരണം ചെയ്യുന്നതിൽ വിജയിച്ചെങ്കിലും ദീർഘകാല ഭൂവിനിയോഗ ആസൂത്രണത്തിനും പാരിസ്ഥിതിക മാനേജ്മെന്റിനുമുള്ള സമഗ്രമായ ഒരു ചട്ടക്കൂടായി അവ പൂർണ്ണമായും പരിണമിച്ചില്ല. കേരളത്തിന്റെ മൊത്തം ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിലും ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായിരുന്നു 1960 സംഭവിച്ച ഭൂപരിഷ്കരണ നിയമം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഭൂപരിഷ്കരണ നിയമത്തിൽ അന്ന് കൈവശമുണ്ടായിരുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശം നൽകുകയും ഭൂമിയുടെ അവകാശം കിട്ടിയ ആളുകൾക്ക് അത് തുടർന്ന് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഭൂമി വലിയ തോതിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ടു, പ്രത്യേകിച്ച് കാർഷിക ഭൂമി എന്ന ഒരു ആക്ഷേപം ഭൂപരിഷ്കരണ നിയമത്തിലുണ്ട്. അതുപോലെ പ്രധാനമാണ് തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയാകും, തോട്ടങ്ങൾ തന്നെ ഇല്ലാതെയാവും തുണ്ടുവൽക്കരിച്ചാൽ. അതുകൊണ്ട് തോട്ടങ്ങളെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് കൊടുക്കണം എന്ന വാദം. തൊഴിലാളികളുടെ പൊതു താല്പര്യം മുൻനിർത്തിയാണ് തോട്ടങ്ങൾക്ക് ആ ഇളവ് കിട്ടിയത്. 6 ഇനം തോട്ടങ്ങൾക്ക് കിട്ടിയ ഇളവ് ഏതാണ്ട് 5-6 പതിറ്റാണ്ട് തുടർന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം തോട്ടങ്ങൾ അതേ നിലയിൽ നടത്തിക്കൊണ്ടു പോവുക സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ കൂടുതൽ പാരിസ്ഥിതികമായും ബുദ്ധിമുട്ടാണ്. അപ്പോ ബഹുവിളകൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാക്കി മാറ്റുക എന്നത് ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഭൂമിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്ട് 60-70 വർഷക്കാലം തുടർന്ന് വന്ന ഭൂപരിഷ്കരണ നിയമം പൊളിച്ചെഴുതുമ്പോൾ നിലവിലുള്ള തോട്ടങ്ങൾ മറ്റേതെങ്കിലും ഉപയോഗങ്ങൾക്ക് വകമാറ്റി പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തോട്ടങ്ങൾ റിസോർട്ടുകളായിട്ടും ടൂറിസം പർപ്പസിനും മാറ്റുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് കേവലം 5% താഴെ മാത്രമേ തോട്ടങ്ങൾ ടൂറിസം ആവശ്യങ്ങൾക്കോ മറ്റ് വിളകൾക്കോ ഉപയോഗിക്കാവൂ എന്ന നിബന്ധന കൊണ്ടുവന്നത്. പക്ഷെ കേരളത്തിന്റെ ഭൂമി ഉപയോഗത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് മുമ്പിലുണ്ട്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിലെ ഭൂമി ഉപയോഗം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും അതിന് പ്രത്യേക ഭൂമി ഉപയോഗ നയമുണ്ടാക്കണമെന്നും നിയമമുണ്ടാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാറ്റമാണ് ഭൂപരിഷ്കരണത്തിൽ ഉണ്ടാവേണ്ടത്. അത് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് പരിസ്ഥിതിയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കരുത്, തൊഴിൽ വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കരുത്. ഇത് രണ്ടും സംരക്ഷിച്ചുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റമാണ് ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടത്. ഭൂവിനിയോഗ പഠനങ്ങളിലും ആസൂത്രണത്തിലും പരിസ്ഥിതി മാനേജ്മെന്റിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഏജൻസികൾ ഉൾപ്പെടെ താരതമ്യേന ശക്തമായൊരു സംവിധാനം കേരളത്തിനുണ്ട്. ഭൂമിശാസ്ത്ര വിവര സംവിധാനങ്ങളിലെയും റിമോട്ട് സെൻസിംഗ്, ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡുകൾ എന്നിവയിലെയും പുരോഗതി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണത്തിന് പുതിയ അവസരങ്ങൾ നൽകുന്നു. കാർഷിക മേഖലയിൽ പല വെല്ലുവിളികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തരിശുഭൂമി കിടക്കുന്നതാണ്. CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു. ഇതെല്ലാം നമുക്ക് കാർഷിക യോഗ്യമാക്കി എടുത്താൽ തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ ഭക്ഷണ ഉൽപ്പാദനം നമുക്ക് കുറെ നന്നാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പ്ലാൻ ഒരു 50,000 മുതൽ 75,000 ഹെക്ടർ സ്ഥലത്തെങ്കിലും നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരണം. കിടക്കുന്ന തരിശ് ഭൂമി ചെറിയ തുണ്ടുകളാണ് കേരളത്തിലെ കൃഷിയിടങ്ങൾ. അതിനെ നമ്മളൊന്ന് ലാൻഡ് പൂളിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഫാമിംഗ്. ഇപ്പോഴത്തെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി ലാൻഡ് പൂള് ചെയ്യണം. അപ്പൊ ലാൻഡ് പൂള് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന എഗ്രിമെന്റ്, ലാൻഡ് ലീസിന്റെ നിയമങ്ങൾ, അതൊക്കെ കുറച്ച് പരിഷ്കാരം ഉണ്ടായെങ്കിൽ മാത്രമേ
തരിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥര് ലാൻഡ് പൂളിങ്ങിന് അത് വിട്ടുതരികയുള്ളൂ. ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഒരു മോണിറ്ററിംഗ് കംപ്ലീറ്റ് ഡിജിറ്റൽ ആക്കണം. അതിനൊരു കേരള അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആ ഒരു ലെവലിലേക്ക് ഒരു GIS റിമോട്ട് സെൻസിങ് അധിഷ്ഠിതമാക്കി ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പാഴ്സലിന്റെ ഏതൊരു തുണ്ടിന്റെയും ലാൻഡ് മാപ്പും അതുവഴിയുള്ളതിന്റെ ലാൻഡ് യൂസും അറിയുകയും അതിനെ റെഗുലറായി മോണിറ്റർ ചെയ്യാനും സാധിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അഗ്രികൾച്ചർ നമ്മുടെ ലാൻഡ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, മറ്റു ഉപയോഗത്തിന് പോകരുത്. കേരളത്തിലെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് വിളകൾ മാത്രമാണ്. ഈ പ്ലാന്റേഷൻസിന്റെ കൂടെ ഇന്ന് ധാരാളം വിദേശ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പഴവർഗ്ഗങ്ങൾ. അപ്പൊ അതിനെ കൂടെ ഇതിനിടയിൽ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതിനുള്ള ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള കൊച്ചു കുറെ മാറ്റങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തരിച്ചു കിടക്കുന്ന ഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കാൻ സാധിക്കും. മരുവൽക്കരണത്തെയും വരൾച്ചയെയും ചെറുക്കുന്നതിനുള്ള ലോക ദിനാചരണം കേരളത്തിന്റെ ഭൂവിഭവങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ്. മരുവൽക്കരണം കേവലം മരുഭൂമികളുടെ വ്യാപനം മാത്രമല്ല, അത് തുടങ്ങുന്നത് ഭൂമിയുടെ ക്രമാനുഗതമായ നശീകരണവും അതിന്റെ ഉൽപാദനശേഷി നഷ്ടപ്പെടുത്തുന്നിടത്തുമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മാത്രമല്ല, ഭക്ഷ്യ ജലസുരക്ഷയും വരും തലമുറകൾക്ക് പ്രതിരോധശേഷിയുള്ള ഭാവിയും ഉറപ്പാക്കുന്നതിന് ഈ ഭൂവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമത്രേ.